ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴത്തെ സമയം നിങ്ങളെ കുറച്ച് ഒരു റിസ്ക് ടേക്കറായിട്ട് സാഹസികരാക്കി മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റാനാണ് ഇപ്പോഴത്തെ സമയം ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിന് റെഡി ആവുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയാലും അത് പുറമേ നിങ്ങൾക്ക് വരുന്നില്ല. ആ ഒരു സ്ട്രോങ്നെസ്, ആ ഒരു സാഹസികത ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ പുറത്ത് വരുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇടയ്ക്ക് ഇല്ലാതാവുന്നു. ചില സമയം കോൺഫിഡൻസ് വരുന്നു, ചില സമയം കോൺഫിഡൻസ് ഇല്ലാതാകുന്നു. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ സ്ഥിതികൾ അങ്ങനെ ആവും. അപ്പോൾ നിങ്ങൾ റിസ്ക് ടേക്കറായിട്ട് മാറണം. അതിനു വേണ്ടിയാണ് സ്ഥിതികൾ അങ്ങനെ ആക്കുന്നത് ദൈവം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി റിസ്ക് ടേക്കറായിട്ട് മാറണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു റിസ്ക് ടേക്കറായി മാറിയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലൊരു അലൈൻമെൻറ്റും ഹാപ്പിനെസ്സും വരികയുള്ളൂ. ഇവിടെ പുറമേ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ആ ഒരു സാഹചര്യം വളരെ മോശമാണ് എന്ന്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ റിസ്ക് ടേക്കറായി മാറിയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഫിഷിൻ്റെ എനർജി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ആ ഒരു ഹാപ്പിനെസ്സിനെ റിലേറ്റഡ് ആയിട്ടാണ് ആ ഒരു ഫിഷിൻ്റെ എനർജി കാണുന്നത് നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രോത്തിൻ്റെ ആ ഒരു ഒന്നുകിൽ പടികൾ കയറിപ്പോകുന്ന ആ ഒരു പടികൾ കാണുക, ഇല്ല എങ്കിൽ ആരോ മുകളിലോട്ട് പോകുന്ന ആരോ കാണുക, അല്ലെങ്കിൽ ലിബ്രയുടെ ആ ഒരു എനർജി കാണുക. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഹാപ്പിനെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്, ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇല്ല എങ്കിൽ 1 2 3 4 അങ്ങനെ ഒരു ഗ്രാഫിൽ നമ്പർ കാണാൻ സാധിക്കുക. ചില ആൾക്കാർക്ക് 7 8 9 ആയിരിക്കും കാണാൻ സാധിക്കുക, ചില ആൾക്കാർക്ക് 5 6 7. അപ്പോൾ ഇതൊക്കെ ശുഭമായിട്ടുള്ള ഒരു സൂചനയാണ്, നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോകുകയാണ് എന്നുള്ള. ചില ആൾക്കാർക്ക് ലോയനായിരിക്കും കാണാൻ സാധിക്കുക, സ്വപ്നത്തിൽ ലോയൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ശരിയായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വഴിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം ഇട്ട് തരുന്നത് നിങ്ങളൊരു സാഹസികരായി മാറാൻ വേണ്ടിയാണ്, റിസ്ക് എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ റിസ്ക് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരികയുള്ളൂ. ഇനി നിങ്ങൾക്ക് 4 എനർജി കാണുന്നതിന് പകരം 5 എനർജി ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യുക. ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും നിങ്ങളിൽ ഡൗട്ട് വയ്ക്കരുത്. നിങ്ങൾ ശരിയായ വഴി കൂടെയാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് എന്ന് തന്നെ വിശ്വസിച്ചോളൂ. നിങ്ങളുടെ ആ ഒരു അന്തരാത്മാവിൻ്റെ ആ ഒരു വാക്കുകൾ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. ഈ ഒരു ടൈമിൽ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ ശ്രമിക്കുക, റിലാക്സ് ആക്കി വെക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാവണമെങ്കിൽ നിങ്ങൾ ഒന്ന് ധാരയ്ക്ക് കൊടുക്കുക, ജലധാരയ്ക്ക് കൊടുക്കുക ശിവഭഗവാന്. എങ്കിൽ നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാവുന്നതാണ്. ഇല്ല എങ്കിൽ ഓം മന്ത്രം ഉച്ചരിക്കുക നിങ്ങൾ. ഇവിടെ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് പല ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഒരു മെഡിറ്റേഷനിലൂടെ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഓം മന്ത്രം മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമായിരിക്കത്തില്ല, മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റിയും ചെയ്യേണ്ട അവസ്ഥ എപ്പോഴും വരുന്നു. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വർക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ വർക്കും കൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ചില പ്രശ്നങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ ഇത് ഭയങ്കരമായിട്ട് പാടാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമാണിത് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ ഒരു റിസ്ക് എടുത്താൽ മാത്രമേ എൻ്റെ ലൈഫ് മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കത്തുള്ളൂ എന്ന്. ഇവിടെ ദൈവം നിങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ട് നിങ്ങളോട് അത് ഓപ്പൺ ചെയ്യാൻ പറയുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ മുന്നിൽ കാണുന്ന സാഹചര്യമായിരിക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ. നമ്മളൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആവത്തില്ലേ, അതേപോലെയാണ് നിങ്ങളുടെ സാഹചര്യം. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സാഹചര്യം മാറി ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് ടെക്നിക്ക് എന്ന് പറയുന്നത് വാട്ടർ ടെക്നിക്കാണ്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതായത് നമ്മുടെ കണ്ണാടി ഗ്ലാസ്സില്ല, കണ്ണാടി ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആ വെള്ളത്തിൽ പറയുക 3 പ്രാവശ്യം, എന്നിട്ട് ആ വെള്ളം നിങ്ങൾ കുടിക്കുക. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്തു നോക്കൂ, ദിവസവും ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് ബലം ഉണ്ടാവുന്നതാണ്. കാരണം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വർക്കാവുന്ന ടെക്നിക്ക് ഇതാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ സമയം പോകുന്നതനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ഭാവം ഇനി വരും. സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും എൻ്റെ ലൈഫിന് വേണ്ടി ഞാൻ ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് ഇവിടെ തന്നെ ഇരിക്കേണ്ട അവസ്ഥ വരും. അങ്ങനൊരു ഭാവം നിങ്ങൾക്ക് ഉണ്ടായി നിങ്ങളൊരു ആക്ഷൻ എടുക്കും. നിങ്ങൾ റിസ്ക് എടുക്കും. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ റിസ്ക് എടുക്കണമെന്നുള്ള ഭാവം വരുന്നുണ്ട്. പക്ഷേ വീണ്ടും നിങ്ങൾ ബാക്കിലോട്ട് പോകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഒട്ടും തന്നെ തെറ്റല്ല. നല്ലതാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ റിസ്ക് എടുക്കുക. നിങ്ങൾ ഒരിക്കലും പിറകിലോട്ട് പോവരുത്. ഇത് നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ദീർഘവീക്ഷണത്തിൽ ചിന്തിക്കുകയാണ്. അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് പോലും ചിന്തിച്ച് നിങ്ങൾ ദീർഘമായിട്ട് എനിക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ വേണം അതൊക്കെ ഇപ്പോഴേ ചിന്തിച്ച് വയ്ക്കുന്ന ആളാണ് നിങ്ങൾ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആ ഒരു ദീർഘവീക്ഷണം ഒരിക്കലും തെറ്റാവത്തില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ ടേൺ വരുന്ന സമയമാണിത്. ഈ ഒരു സമയത്ത് നിങ്ങൾ റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ലൈഫ് തന്നെ ടേൺ ആവുന്നതാണ് അപ്പോൾ. ഇവിടെ നിങ്ങളൊരു വലിയ ഒരു തുടക്കം കുറിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയവും മനസ്സും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കൂ എന്നാണ്. പക്ഷേ ചില സമയം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതാവുമ്പോഴാണ് നിങ്ങൾ ബാക്കിലോട്ട് പോകുന്നത്. എന്തായാലും നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ ആ ഒരു റിസ്ക് എടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽ ആവുകയുള്ളൂ. ഒരു ഫാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം നിങ്ങൾ മറക്കുക. കൂടാതെ നിങ്ങളുടെ വഴി എന്താണോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മോശം കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ മനസ്സൊന്ന് പതറും. മനസ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിചാരിക്കും എന്തോ എൻ്റെ ലൈഫിൽ മോശം സംഭവിക്കാൻ പോവുകയാണ് എന്ന് തോന്നൽ നമുക്കുണ്ടാവും. അങ്ങനെ മോശം സംഭവിക്കുകയും ചെയ്യും. നമ്മൾ അത് അനുഭവിച്ച് പുറത്ത് വരികയും ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു മോശം ആയിരിക്കത്തില്ല ഉണ്ടാവുന്ന ലൈഫിൽ. പിന്നെ നമുക്ക് അത് അനുഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സന്തോഷമാണ് ലൈഫിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ചു. ഇനി നിങ്ങൾക്ക് സന്തോഷമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി തയ്യാറേ ഇരുന്നോളൂ. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും സാധിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനേയും കാട്ടി നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തോ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കും. കാരണം ദൈവം അത്രമാത്രം ആഗ്രഹിച്ച് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തരണമെന്ന്. അപ്പോൾ അതനുസരിച്ച് ദൈവം നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ ആ ഒരു വിഷ് ഉറപ്പായിട്ടും പൂർണ്ണമാകുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനും കാട്ടി നല്ലതായിട്ടായിരിക്കും പൂർണ്ണമാകുന്നത്. ഇവിടെ ദൈവം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടാണ് ഒരു സന്തോഷം നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കും ഈ രീതിയെല്ലാം എൻ്റേതാണ്. പക്ഷെ അല്ല, ദൈവത്തിൻ്റെ രീതിയിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നത് എന്ന് നിങ്ങൾ പിന്നെ മനസ്സിലാക്കും. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ദൈവം ചിന്തിക്കുന്നത്. നിങ്ങൾ ചെറിയ രീതിയിൽ ആഗ്രഹിക്കുന്നു, പക്ഷെ ദൈവം നിങ്ങൾക്ക് വലിയ രീതിയിലായിരിക്കും തരുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ 2 മിറാക്കിളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു മിറാക്കിൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിനി ഒരിക്കലും ഏകാന്ത പ്രിയരായിട്ട് ഒരിക്കലും ഇരിക്കത്തില്ല. നിങ്ങൾ ഇങ്ങനെ പുറത്ത് കറങ്ങുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് വരും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയിട്ട് വരുന്ന അവസ്ഥ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. നിങ്ങളിനി ഒറ്റപ്പെട്ടിരിക്കത്തില്ല. ഇതുകൂടാതെ നിങ്ങൾ ഒരിക്കലും സൈലൻറ്റ് മോഡിലും ഇരിക്കത്തില്ല. നിങ്ങളുടെ ആ ഒരു ദുഃഖം കാരണം നിങ്ങൾ ആരോടും സംസാരിക്കാതെ സൈലൻറ്റ് മോഡിൽ പോയി. കാരണം അത്രമാത്രം ദുഃഖമാണ് നിങ്ങൾ അനുഭവിച്ചത്. അത് കാരണം നിങ്ങൾ ഏകാന്തപ്രിയരായി മാറി സൈലൻറ്റ് സോണിൽ പോയി. ഇനി നിങ്ങളുടെ സന്തോഷം നിങ്ങളെ സൈലൻറ്റ് സോണിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. നിങ്ങളിനി ഏകാന്തപ്രിയരാവത്തുമില്ല. അതുകൂടാതെ നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനൊരു ശബ്ദമുണ്ടാകും. അതെ, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ് എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവർ പോലും ഈ ഒരു സമയം ഈശ്വരനിൽ വിശ്വസിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്ര വലിയ ഒരു മിറാക്കിളാണ് അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്ത ഉണ്ട് എങ്കിൽ അതെടുത്ത് മാറ്റുക. എന്നിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ. ചില ആൾക്കാർക്ക് ഈ ഒരു ചിന്തയിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നു ചിന്തയിൽ നിന്ന് പുറത്ത് വന്ന് ഈ മുന്നോട്ട് പോവാൻ. പക്ഷേ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴും പറയുന്നതാണ് ദൈവത്തിൽ സറണ്ടർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചല്ലോ നിങ്ങളുടെ പ്രശ്നം എന്താണോ, പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ദുഃഖമുണ്ട് എന്ന്. ആ ഒരു ദുഃഖത്തെ നിങ്ങൾ ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
ഇവിടെ ശരീരത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചോ എന്തെങ്കിലും ചെയ്ത് അതിനെ നേരെയാക്കാൻ പറ്റും. പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അസുഖമുണ്ട് ആവുമ്പോൾ നമുക്കത് അറിയാൻ പറ്റത്തില്ല എന്ത് അസുഖമാണ് ഏത് അസുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും നിങ്ങളുടെ വിഷമം എന്തായിക്കൊള്ളട്ടെ അത് ദൈവത്തിൽ സമർപ്പിക്കുക നിങ്ങൾ. എനിക്കറിയാം ചില ദുഃഖങ്ങൾ നമുക്ക് മറക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്ത് വരാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെയുള്ള ദുഃഖങ്ങളും ചില ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോകെ പോകെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ഈശ്വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സന്താനമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിങ്ങളെ ഉറപ്പായിട്ടും ഹീലാക്കുന്നതാണ്. മാനസികമായിട്ടൊരു ശാന്തി നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ശാന്തി ലഭിക്കുക തന്നെ ചെയ്യും. ഇത്രയും ദിവസം നിങ്ങൾക്ക് നല്ല ഒരു ഉറക്കം കിട്ടിയില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും ജോലി പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇനി ആ ഒരു പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു തടസ്സം മാറിയിട്ട് നിങ്ങളുടെ എന്ത് ജോലിയാണോ അത് നടക്കേണ്ടത് വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ ഈ ഒരു തടസ്സം വന്നത് കാരണം അത് വളരെ താമസിച്ചാണ് പോയിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അത് പെട്ടെന്ന് ഇനി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വളരെ ശാന്തിയായിട്ട് സമാധാനമായിട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇനി അങ്ങനെയും ഉണ്ടാവത്തില്ല. എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ വളരെ പീസായിട്ട് സമാധാനമായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള വ്യക്തിയുടെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡീല് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരം നല്ല രീതിയിൽ അവസാനിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടെയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ല രീതിയിൽ ആ ഒരു ഡീല് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ മഹത്വപൂർണ്ണമായിട്ടുള്ള പല കാര്യങ്ങളും നേരെയാകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരു ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ അശാന്തി എന്താണോ അത് മാറ്റാനുള്ള ഒരു മിറാക്കിളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മിറാക്കിൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് ഈ ഒരു ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന രീതിയിലുള്ള മിറാക്കിളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ശാന്തിയും സമാധാനവും വരാൻ പോകുമ്പോഴാണ് നിങ്ങൾക്ക് വൈറ്റ് കളറിലേക്ക് കൂടുതലായിട്ട് ഒരു ആകർഷണം, ഒരു അട്രാക്ഷൻ തോന്നി നിങ്ങൾ വൈറ്റ് കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കാം, വൈറ്റ് കളറിലോട്ട് കൂടുതലായിട്ട് ഇഷ്ടം തോന്നി വൈറ്റ് കളറായിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും. നിങ്ങൾ യൂസ് ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങളുടെ കണ്ണിൽ കാണുന്നത് ഈ കളറായിരിക്കും കൂടുതലായിട്ടും. വൈറ്റ് കളർ ഷർട്ട് ഇട്ട ആൾ, വൈറ്റ് കളർ ചുരിദാർ ഇട്ട ആൾ, സാരി ഉടുത്ത ആൾ, കൂടുതലായിട്ടും നിങ്ങളുടെ കണ്ണിൽ കാണുന്നത് ഈ നിറമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാനസികമായിട്ടൊരു ശാന്തി വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വൈറ്റ് കളർ വസ്ത്രം കൂടുതലായിട്ട് കാണുന്നതും വസ്ത്രം ധരിക്കുന്നതും. ഇത് നിങ്ങളുടെ വീട്ടിലെപ്പോഴും ഭയങ്കരമായിട്ട് കലഹം, വഴക്ക്, ഹസ്ബൻഡും വൈഫും മക്കൾ തമ്മിൽ അങ്ങനെ വഴക്കൊക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും. ഇനി ഓഫീസിൽ ആൾക്കാരുമായിട്ട് ഒന്ന് നല്ല രീതിയിൽ പറ്റുന്നില്ല എങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും. അതായത് എന്താണോ നിങ്ങളുടെ പ്രശ്നം അതിലൊരു ചേഞ്ച് ഉണ്ടാകും. നിങ്ങളുടെ ഗ്രാഫ് മോശം അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ ഇനി ആ ഒരു ഗ്രാഫ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നതായിട്ട്, ശാന്തിയും സമാധാനവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വർക്ക് പ്ലേസ് നോട്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ് നല്ല രീതിയിൽ പോകുന്നതെന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എവിടെയാണോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിയാക്ഷൻ ചെയ്യാൻ തോന്നുന്നത് അവിടെ കുറച്ചൊന്ന് നിങ്ങൾ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, 2026 നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കളർ ഏതെന്ന് വെച്ചാൽ ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക നിങ്ങൾ. ഇവിടെ ഒരു കളർ നമ്മൾ ഒന്ന് ത്യജിച്ചാൽ നമ്മുടെ ലൈഫ് ഒന്ന് നേരെ ആകുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു കളർ ത്യജിച്ചുകൂടാ? ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വരുമ്പോൾ കാര്യങ്ങൾ തനിയെ റിലീസായി പോകുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് വരുന്നു. നമ്മളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം നമ്മൾ മറന്ന് ആ ഒരു ഹാപ്പിനെസ്സിൽ ജീവിക്കുന്നു. അതാണ് ജീവിതം.
ഇവിടെ നിങ്ങളുടെ കർമ്മം അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പാസ്റ്റ് റിലീസാക്കേണ്ടി വന്നത് എന്ന് ചിന്തിക്കുക. അതായത് നിങ്ങൾ നല്ല കർമ്മം ചെയ്തു, അതുകൊണ്ട് ലൈഫിൽ ഹാപ്പിനെസ് വന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് നിങ്ങൾ റിലീസാക്കി. അങ്ങനെ ചിന്തിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി റിലീസായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഒരു നെഗറ്റിവിറ്റി വേറൊരു നെഗറ്റിവിറ്റിയെ കൊണ്ടാണ് പോകുന്നത് എന്ന്. നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കർമ്മം മറ്റൊരു നല്ല കർമ്മത്തിലേക്ക് നമ്മളെ നയിക്കും എന്നതുപോലെ തന്നെയാണ് നെഗറ്റിവിറ്റി മറ്റൊരു നെഗറ്റിവിറ്റിയും കൊണ്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ പെയിനിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ഉണ്ടാകും നിങ്ങൾക്ക്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു, പറ്റുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ പൂർണ്ണമായിട്ടൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ജോബ് ഇല്ല എങ്കിൽ ജോബ് ലഭിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറുക, നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുക, പ്രമോഷൻ വേണമെങ്കിൽ പ്രമോഷൻ ലഭിക്കുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വർഷമെന്ന് പറയുന്നത് ഇങ്ങനത്തെ വർഷമാണ്. നിങ്ങൾക്ക് വിജയം മാത്രമായിരിക്കും ഈ ഒരു വർഷത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു കാര്യം മാത്രം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, സമയത്ത് എണീക്കുക, സമയത്തിന് കാര്യങ്ങളെല്ലാം ചെയ്യുക, സമയത്തിന് ഉറങ്ങുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുക. അതിലൊരു ആലസ്യമോ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ സൂര്യഭഗവാന് ജലം അർപ്പിക്കുന്നത് ഒരിക്കലും അത് ചെയ്യാതിരിക്കൽ. എപ്പോഴും സൂര്യഭഗവാന് ജലം അർപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്നും രാവിലെ പിതാവിൻ്റെ അടുത്തോ സമാനമായിട്ടുള്ള ആളിൻ്റെ അടുത്തോ നമ്മൾ ഒരു ബന്ധം നല്ല രീതിയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ബാലൻസ് വരുത്തുക, നല്ല രീതിയിൽ പോവുക ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം. വീട്ടിൽ അച്ഛനോടായാലും ചേട്ടനോടായാലും എന്ത് കാര്യം പറയുമ്പോഴും അവരുടെ ആ ഒരു മനസ്സ് വിഷമിപ്പിക്കാത്ത രീതിയിൽ ബാലൻസിൽ സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ വായിൽ നിന്ന് ഇവരോട് തെറ്റായ രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്യുക. കൃപ ഉള്ള വ്യക്തികളുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം ഒരിക്കലും മോശമാവത്തില്ല. ഇങ്ങനെ മോശമാവാതിരുന്നാൽ മാത്രമേ കേതു ഭഗവാന്റെ ആ ഒരു ദൃഷ്ടി ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. രാഹു ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ഇലൂഷൻ ക്രിയേറ്റ് ആക്കും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ ഏത് ഗ്രഹമാണ് ഇപ്പോൾ മോശമായിട്ടുള്ളത് എന്ന്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നോട്ടെ നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ കൊടുക്കുന്ന രീതി കുറച്ചൊന്ന് കുറയ്ക്കുക. ആക്രമണ സ്വഭാവം അത് മാറ്റുക. ദേഷ്യം വരുമ്പോൾ ആരെങ്കിലും അടിക്കുന്നത്, അതായത് മക്കളെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം, അതൊക്കെ ഒന്ന് മാറ്റുക. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ ആക്രമണവും റിയാക്ഷനും വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. ഈ ഒരു സമയം മെയിനായിട്ട് ദൈവം നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലോട്ട് ഫോക്കസ് ചെയ്യണമെന്നാണ്. നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള കഠിനാധ്വാനത്തിൽ പോലും വലിയൊരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് മുന്നേ നിങ്ങൾ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തോ അത്രയൊന്നും കഠിനാധ്വാനം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നതാണ് ഈ ഒരു വർഷം. ഇവിടെ എന്തായാലും ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുക തന്നെ ചെയ്യും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കുന്ന വർഷമാണ്. 2024 നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. 2025 നിങ്ങൾ അതെല്ലാം സഹിച്ച് പുറത്തു വന്നു. 2026 ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ സന്തോഷം ഉണ്ടാവാൻ പോകുകയാണ്. എന്തൊക്കെ നഷ്ടമാണോ നിങ്ങൾക്ക് ഉണ്ടായത് അതിനെല്ലാം നികത്തുവാൻ പോകുകയാണ് ദൈവം. 2026 നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്കിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരാണോ നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്തത് അവരെ ദൈവം പിന്നാലെ പോയി അവർ ചെയ്ത കർമ്മത്തിൻ്റെ ബലം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ 2026 നിങ്ങളെ ചതിച്ചവർ, നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് മോശം ദൃഷ്ടി വച്ചവർ, നിങ്ങളുടെ ആ ഒരു വിജയം കണ്ടിട്ട് അതിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ, അവരെല്ലാം ഇനി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓടിപ്പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശുദ്ധവും പവിത്രമായിട്ടുള്ള ആ ഒരു മനസ്സും ഹൃദയവും കണ്ടിട്ട് ദൈവം നിങ്ങളിൽ പ്രസന്നനായിരിക്കുകയാണ്. ചിലപ്പോൾ ദൈവം റിലേറ്റഡ് ആയിട്ട് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം മൊബൈലിൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദൈവം എന്നിൽ ഒത്തിരി പ്രസന്നനാണ്, അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വീഡിയോകൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് എന്ന്. നിങ്ങളുടെ ആ ഒരു ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് ആ ഒരു കാര്യങ്ങൾ സാധ്യമാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നല്ല കാര്യങ്ങൾ എന്താണോ നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതായിട്ട് കാണാൻ സാധിക്കും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല.
പോസിറ്റീവായിട്ടുള്ള വേയിൽ ചില കാര്യങ്ങൾ നല്ലതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പേടിയെ പൂർണ്ണമായിട്ടും നഷ്ടമാക്കിയിരിക്കുകയാണ് ദൈവം. നിങ്ങൾക്ക് മുന്നേക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ പേടിയായിരിക്കും. ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ, ഞാൻ വീട്ടിൽ ഇരുന്നോളാം എന്നൊക്കെ പറയും. ഭയങ്കര പേടി, യാത്ര ചെയ്യാൻ പേടി, എല്ലാത്തിനും പേടി. അപ്പോൾ അതായിരിക്കും പൂർണ്ണമായിട്ടും ഇനി നഷ്ടപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കും. ഇനി നിങ്ങൾക്ക് ചാബി കൂടുതലായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ചാബിയല്ല, ഇമേജസിൽ വീഡിയോയിൽ ചാബി കാണുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സ്വപ്നത്തിൽ ചാബി കാണുക. ഇവിടെ നിങ്ങൾക്ക് പൂട്ട് കാണാൻ പറ്റില്ല, ചാബി മാത്രമായിരിക്കും കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ചാബി കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യും, ഇതെന്താ എനിക്കിങ്ങനെ അടിക്കടി ചാബി കാണുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോബ്ലം അവസാനിക്കാൻ പോകുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഈശ്വരൻ വിചാരിച്ചാൽ പോലും എൻ്റെ പ്രോബ്ലം അവസാനിക്കത്തില്ല എന്ന്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഈശ്വരന് തുല്യം ഈശ്വരൻ മാത്രമാണ്. ഈശ്വരന് മാത്രമേ നമ്മുടെ പ്രോബ്ലങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ചില സമയം നമ്മുടെ ഭാഗ്യത്തിലില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ നല്ല കർമ്മം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യത്തിലില്ലാത്ത പല നല്ല കാര്യങ്ങളും ലഭിക്കുന്നതാണ്. കാരണം യൂണിവേഴ്സിൻ്റെ ആ ഒരു ശക്തി അങ്ങനെയാണ്. യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, അതിനപ്പുറമായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.